ഷാർജ സജ്ജയിലെ കമ്പനിയിലേക്ക് 140ഓളം വേക്കൻസികൾ വന്നിട്ടുണ്ട്. അടിയന്തര നിയമനമാണ്. വാൾ പെയിന്റർ 30 എണ്ണം, മെയ്സൺ 30 എണ്ണം, സഹായി 50 എണ്ണം, സ്റ്റീൽ ഫാബ്രിക്കേറ്റർ 15, ഷട്ടറിംഗ് കാർപ്പന്റർ 5, ഓട്ടോ സർവീസ് അഡ്വൈസർ 2, ഓട്ടോ മെക്കാനിക് ലൈറ്റ് വെഹിക്കിൾ 3, ഓട്ടോ മെക്കാനിക് ഹെവി വെഹിക്കിൾ 2, ഓട്ടോ ഇലക്ട്രീഷ്യൻ ലൈറ്റ് വെഹിക്കിൾ 2, ഓട്ടോ ഇലക്ട്രീഷ്യൻ ഹെവി വെഹിക്കിൾ 2, പവർ ടൂൾസ് ടെക്നീഷ്യൻ 2, ഫിറ്റ് ഔട്ട് ആൻഡ് ജോയിനറി ഫോർമാൻ 1. ശമ്പളം കൂടാതെ ഓവർ ടൈം, താമസ സൗകര്യം എന്നിവയും വിസയും കമ്പനി നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്യുക. അതിവേഗ പാസ്പോർട്ട് പുതുക്കൽ എംബസി കോൺസുലേറ്റ് വഴി മാത്രമേ ലഭ്യമാകൂ എന്ന് വിശദീകരിച്ച് UAE എംബസി. പ്രവാസികൾക്ക് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള വിവിധ സേവനങ്ങൾ വിശദീകരിച്ച് അബുദാബിയിലെ ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ പോസ്റ്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സാധാരണ പാസ്പോർട്ട് പുതുക്കൽ സേവനം, തൽക്കാൽ പാസ്പോർട്ട് പുതുക്കൽ സേവനം, പ്രീമിയം ലോഞ്ച് സേവനം എന്നിങ്ങനെയുള്ള സേവനങ്ങളെക്കുറിച്ചാണ് എംബസിയുടെ വിശദീകരണം. റമദാൻ 30 ദിവസത്തെ വ്രതാനുഷ്ഠമാണെങ്കിൽ ഈദ് അൽ ഫിത്തറിന് ഒരു അധിക ദിനത്തോടൊപ്പം 3 ഔദ്യോഗിക അവധികളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് UAE ഗവൺമെന്റിന്റെ പൊതു അവധികളെക്കുറിച്ചുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തൽ നടത്തി. മതപരമായ അവധികൾ ഇസ്ലാമിക ഹിജ്രി കലണ്ടർ പിന്തുടരുന്നതിനാൽ UAEയിലെ പല പൊതു അവധികളും ചന്ദ്രദർശന സമിതിയാണ് തീരുമാനിക്കുന്നത്. റമദാൻ മാസത്തിലെ ചന്ദ്രകല ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ആയിരിക്കുമെന്ന് പ്രവചിക്കുന്നതായി ജ്യോതിശാസ്ത്രജ്ഞർ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. റമദാൻ 29 ദിവസത്തെ മാസമാണെങ്കിൽ ഈദ് അൽ ഫിത്തർ അവധി ഹിജ്രി മാസമായ ഷവ്വാലിന്റെ ആദ്യ ദിവസം ആരംഭിക്കും. ശൈത്യകാലത്തിന് തുടക്കമായതോടെ അൽ ഐൻ നഗരത്തിലെ ഗാർഡൻ സിറ്റി സഞ്ചാരികൾക്കായി കൂടുതൽ മനോഹരിയായി മാറിയിരിക്കുന്നു. മഞ്ഞ് വീഴുന്നതോടൊപ്പം വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അൽ ഐൻ നഗരം. ഇത് സന്ദർശകർക്ക് കുളിർമയും ആനന്ദവും നൽകുന്നതാണ്. വർണ്ണമനോഹരമായ ചെടികളും പൂക്കളും കൊണ്ട് നഗരത്തെ അലങ്കരിച്ചിരിക്കുകയാണ് അൽ ഐൻ നഗരസഭ. റോഡുകൾക്ക് ഇരുവശവും മധ്യത്തിലുമായാണ് ചെടികൾ വെച്ചുപിടിപ്പിച്ചത്. ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലും പരിസര പ്രദേശങ്ങളിലും ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മസ്കറ്റ് സിറ്റിയിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് പ്രഭവ കേന്ദ്രം. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:45ഓടെയായിരുന്നു സംഭവം. ദുബായ് അൽഫായ് സ്ട്രീറ്റ് നവീകരണത്തിന് 150 കോടി ദിർഹത്തിന്റെ പദ്ധതിക്ക് കരാർ നൽകി. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്ന് തുടങ്ങി ഷെയ്ഖ് സായിദ് ബിൻ ഹംദാൻ അൽ നെഹ്യാൻ സ്ട്രീറ്റിലൂടെ എമിറേറ്റ്സ് റോഡ് വരെയാണ് നവീകരണം. 13 കിലോമീറ്ററിന്റെ പാലം, 12 കിലോമീറ്റർ റോഡ് എന്നിവയാണ് നവീകരിക്കുന്നത്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ മണിക്കൂറിൽ 64,400 വാഹനങ്ങൾ കടന്നു പോകാനുള്ള ശേഷി അൽഫായ് സ്ട്രീറ്റിന് കൈവരും.